രണ്ടാമത്തെ ഒരു എക്സ്പെരിമെന്റ് ആണ് മില്ലിക്കൻസ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ്. ഈ മില്ലിക്കൻ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ്, that is the experiment to calculate the energy of electron or to calculate the mass of electron. രണ്ടും പറയാറുണ്ട്. Millikan experiment is to measure the or to calculate the energy of electron and mass of electron. But actually it is used to determine the charge of electron. Thereby we can calculate the E by M. We can calculate the mass of electron by applying E by M ratio value. അപ്പോൾ അവിടെ നമ്മൾ മില്ലിക്കൻസ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് രണ്ട് തരത്തിൽ നമ്മൾ പറയാറുണ്ട്. ഒന്ന് മാസ് കാൽക്കുലേറ്റ്, ഇലക്ട്രോണിന്റെ മാസ് കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും പറയാം, ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും പറയാം. പക്ഷെ ആക്ച്വലി ഇവിടെ നമ്മൾ എക്സ്പെരിമെന്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കണ്ടെത്തുന്നത് ചാർജാണ്, ഇലക്ട്രോണിന്റെ ചാർജാണ്. ആ ചാർജ് ഇ ആണ്. ചാർജ് ഇ കിട്ടിക്കഴിഞ്ഞാൽ ഇ ബൈ എമ്മിന്റെ വാല്യൂ നമുക്കറിയാം. അപ്പൊ അതിൽ ഇ കിട്ടിക്കഴിഞ്ഞാൽ എം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് എം ഈസ് ഈക്വൽ ടു 1.76 into 10⁸ കൂളം പെർ ഗ്രാം ഡിവൈഡഡ് ബൈ എനർജി ഓഫ് ഇലക്ട്രോൺ. ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് മാസ് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ആ എക്സ്പെരിമെന്റ് ഒന്ന് കാണാം. റോബർട്ട് മില്ലിക്കൻ 1909 റോബർട്ട് മില്ലിക്കൻ ഈ എക്സ്പെരിമെന്റ് നടത്തുന്നത്. നമുക്ക് എക്സ്പെരിമെന്റ് സെറ്റപ്പ് ഒരു കണ്ടെയ്നറാണ്. കണ്ടെയ്നറിന്റെ പ്രത്യേകത, ഇതിന് രണ്ട് ചേംബർ ഉണ്ട്. മുകളിലത്തെ ചേംബറിലേക്ക് ഒരു അറ്റോമൈസർ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ചേംബറിൽ രണ്ട് പ്ലേറ്റുകളാണുള്ളത്. രണ്ട് മെറ്റൽ ഷീറ്റുകളാണ്. ഒരു ചാർജ്ഡ് പ്ലേറ്റ്, പോസിറ്റീവ്ലി ചാർജ്ഡ് മെറ്റൽ പ്ലേറ്റ് ആണ് മുകളിലുള്ളത്. താഴെ നെഗറ്റീവ് ചാർജ്ഡ് മെറ്റൽ പ്ലേറ്റ് ആണ്. അത് രണ്ടും പവർ സപ്ലൈയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. മുകളിൽ ആറ്റമൈസർ ഉണ്ട്, ഓയിൽ ഡ്രോപ്ലെറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ. അത് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി, ഓയിൽ ഡ്രോപ്ലെറ്റ്സിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി വലത് ഭാഗത്ത് ടെലസ്കോപ്പ് ഉണ്ട്. ആ വരുന്ന ഓയിൽ ഡ്രോപ്ലെറ്റ്സിനെ അയോൺസ് ആക്കി മാറ്റാൻ അല്ലെങ്കിൽ അയോണൈസ് ചെയ്യാൻ വേണ്ടി ഇടത് ഭാഗത്ത് ഒരു എക്സ്റേ സോഴ്സും ഉണ്ട്. പിന്നെ അവിടെ ചെയ്യുന്നത് അറ്റോമൈസർ എന്ന് പറഞ്ഞാൽ സ്പ്രേയർ ഉപയോഗിച്ച് ഓയിൽ ഡ്രോപ്ലെറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാം. ആ ഓയിൽ ഡ്രോപ്ലെറ്റ്സ് മുകളിലെ പോസിറ്റീവ് പ്ലേറ്റിന്റെ ഹോളിലൂടെ ഈ താഴെയുള്ള ചേംബറിലേക്ക് കടക്കും. ഓയിൽ ഡ്രോപ്ലെറ്റ്സ് ആണ് നമ്മൾ കാണുന്നത്. അതിൽ ആ ഓയിൽ ഡ്രോപ്ലെറ്റ്സിലേക്ക് നമ്മൾ എക്സ്റേ പ്രൊഡ്യൂസ് ചെയ്യാം. എക്സ്റേ പ്രൊഡ്യൂസ് ചെയ്യുന്നതോടുകൂടി അവിടെ പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും പ്രൊഡ്യൂസ് ചെയ്യും. അല്ലെങ്കിൽ ഓയിൽ ഡ്രോപ്ലെറ്റ്സ് പോസിറ്റീവോ നെഗറ്റീവോ ചാർജുള്ള അയോൺസ് ആയിട്ട് മാറും. അങ്ങനെയുള്ള ഓയിൽ ഡ്രോപ്ലെറ്റ്സ് ആണ്, പോസിറ്റീവ് നെഗറ്റീവ് ഓയിൽ ഡ്രോപ്ലെറ്റ്സ് ആണ് നമ്മൾ കാണുന്നത്. സ്വാഭാവികമായിട്ടും നെഗറ്റീവ് ചാർജുള്ള രണ്ട് തരത്തിലുള്ള ഓയിൽ ഡ്രോപ്ലെറ്റ്സും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവും. പോസിറ്റീവ് ചാർജ് ഉള്ളതിനെ രണ്ട് ഫോഴ്സുകൾ അവിടെ അപ്ലൈ ചെയ്യും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യും. അതിലൊന്ന് മുകളില് ഇലക്ട്രിക് ഫീൽഡാണ്. മുകളിൽ പോസിറ്റീവ് ചാർജാണ്. മുകളിലെ പ്ലേറ്റ് പോസിറ്റീവ് പ്ലേറ്റ് ആണ്. ഈ പോസിറ്റീവ് പ്ലേറ്റ് പോസിറ്റീവ് ഓയിൽ ഡ്രോപ്ലെറ്റിനെ റിപ്പൽ ചെയ്യുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആ ഓയിൽ ഡ്രോപ്ലെറ്റിനെ താഴോട്ട് വലിക്കുകയും ചെയ്യും. അപ്പോൾ പോസിറ്റീവ് ഓയിൽ ഡ്രോപ്ലെറ്റ്സിനെ ഹൈ സ്പീഡിൽ താഴോട്ട് മൂവ് ചെയ്യും. അതേസമയം നെഗറ്റീവ് ഓയിൽ ഡ്രോപ്ലെറ്റ്സിനെ മുകളിലെ പോസിറ്റീവ് പ്ലേറ്റ് അങ്ങോട്ട് അട്രാക്ട് ചെയ്യപ്പെടുകയും അത് അങ്ങോട്ട് മുകളിലോട്ട് അട്രാക്ട് ചെയ്യാൻ, മുകളിലോട്ട് മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. അവിടെ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴോട്ടുണ്ട്. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് മുകളിലോട്ട് ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ഓയിൽ ഡ്രോപ്ലെറ്റ്സിനെ മുകളിലെ പോസിറ്റീവ് പ്ലേറ്റിലേക്ക് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ ഇലക്ട്രിക് ഫീൽഡ്, അവിടെ അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഓയിൽ ഡ്രോപ്ലെറ്റ്, നെഗറ്റീവ്ലി ചാർജ്ഡ് ഓയിൽ ഡ്രോപ്ലെറ്റിനെ സ്റ്റേഷനറി ആക്കി നിർത്തുകയാണ്. അങ്ങനെ ആ സ്റ്റേഷനറി ആയി ഒരു ഓയിൽ ഡ്രോപ്ലെറ്റ്സ് അല്ലെങ്കിൽ ഓയിൽ ഡ്രോപ്ലെറ്റുകൾ എപ്പോഴാണോ സ്റ്റേഷനറി ആയി നിൽക്കുന്നത്, ആ ഓരോ സമയത്തും ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ഓരോ സമയത്തും ഓയിൽ ഡ്രോപ്ലെറ്റുകൾ സ്റ്റേഷനറി ആയി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എപ്പോഴാണ് ഓയിൽ ഡ്രോപ്ലെറ്റ് സ്റ്റേഷനറി ആയി നിൽക്കുന്നത് എന്ന് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പുറത്തെ ടെലസ്കോപ്പ് വെച്ചിട്ടുള്ളത്. ആ ടെലസ്കോപ്പിലൂടെ നോക്കിയിട്ട് നമ്മൾ എപ്പോഴാണ് ഓയിൽ ഡ്രോപ്ലെറ്റ് സ്റ്റേഷനറി ആകുന്നത് ആ സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എഴുതിയെടുക്കും. അങ്ങനെ ഓരോ സമയത്തും സ്റ്റേഷനറി ആവുന്ന ഇലക്ട്രിക് ഫീൽഡ് കൂട്ടി ഓരോ സമയത്തും സ്റ്റേഷനറി ആവുന്ന സമയത്തുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. ആ റെക്കോർഡ് ചെയ്യുന്നതിന് നമുക്ക് മനസ്സിലാവുന്നത് Q, that is quantity of charge is equal to NE. നമ്മൾ കാണുന്നത് പോലെ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് Q is equal to NE എന്നാണ് കാണുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി നമ്മൾ സപ്ലൈ ചെയ്യുന്നത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു എ മൾട്ടിപ്പിൾ ഓഫ് ഇലക്ട്രോണിക് ചാർജ്. അന്ന് ഇലക്ട്രോണിക് ചാർജ് ഒന്നുമില്ല, ഒരു വാല്യൂവിന്റെ മൾട്ടിപ്പിളുകളാണ്.
അതിനുള്ള കാരണം പറഞ്ഞത് ഒരു നെഗറ്റീവ് ചാർജ് ഉള്ള അയണൈസ് ചെയ്യുന്ന സമയത്ത് സിംഗിൾ നെഗറ്റീവ് ആയത് ആണ് ഒരു സമയത്ത് ഒരു Q ഈക്വൽ ടു 1E ആവുമ്പോൾ സ്റ്റേഷനറി ആയി നിൽക്കുന്നത്. വീണ്ടും ഇത് കൂട്ടുന്ന സമയത്ത് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്ത് കൂട്ടുന്ന സമയത്ത് Q ഇസ് ഈക്വൽ ടു 2E ആകുന്ന സമയത്ത് ആണ് രണ്ട് നെഗറ്റീവ് ചാർജ് ഉള്ള അയോണുകൾ സ്റ്റേഷനറി ആയി നിൽക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ Q is equal to quantity of electric field applied to make the negatively charged oil droplet make stationary. Q is equal to Ne എന്നുള്ള ഇക്വേഷൻ. അതിൽ നിന്ന് നമ്മൾ ഇലക്ട്രിക് ചാർജ് അല്ലെങ്കിൽ ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ ഈസ് കാൽക്കുലേറ്റഡ്. അത് വെച്ച് ആ വാല്യൂ E/m is equal to 1.76 into 10⁻⁸ കൂളം പെർ ഗ്രാം എന്നുള്ള ഇക്വേഷനിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ദി മാസ് ഓഫ് ഇലക്ട്രോൺ ഈസ് ആൾസോ കാൽക്കുലേറ്റഡ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ കാൽക്കുലേഷനിലൂടെ നമുക്ക് ഇലക്ട്രോണിന്റെ മാസും കാൽക്കുലേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ആക്ച്വലി മില്ലിക്കൻസ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് ചാർജ് കാണാനാണ്. എന്നാൽ ആ ചാർജ് E/m വാല്യൂയും കൂടി വെച്ച് നമുക്ക് ഇലക്ട്രോണിന്റെ മാസും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നേരത്തെ നമ്മൾ ജെ തോംസൺ എക്സ്പെരിമെന്റിൽ പറഞ്ഞതുപോലെ ഇതിന്റെ നരേഷൻ ഒന്ന് കാണാം എക്സാമിനേഷൻ പർപ്പസിൽ. A spray of oil droplet is produced by using atomizer. The droplet enter the apparatus through the holes and allowed to fall in between two charged plates. The upper plate is positive charge, then lower plate is negatively charged. The motion of the droplet is observed through a telescope. From this, the mass of oil droplet, charge of oil droplet is calculated. In between the plates, air is ionized by a passing X-rays. Some of the oil droplets acquire charge by colliding with gaseous ions. The falling of oil droplets depends on charge on the droplet and polarity and strength of voltage applied. By measuring the effect of electric fields strength on the motion of droplet, millikan conducted, the magnitude of electric charge is equal to -1.6 into 10⁻⁻19 coulomb വാല്യൂ നമ്മൾ ഇലക്ട്രിക് ചാർജ് കാൽക്കുലേറ്റ് ചെയ്യും. ഇത് കാൽക്കുലേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. മാസ് ഓഫ് ഇലക്ട്രോൺ എനർജിയിൽ നിന്ന് ഇലക്ട്രോണിന്റെ എനർജിയിൽ നിന്ന് അല്ലെങ്കിൽ ചാർജിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തു. മാസ് ഓഫ് ഇലക്ട്രോൺ ഈസ് ദി ഫ്രം E/m വാല്യൂ ദി എനർജി ആൻഡ് മാസ് ഓഫ് ഇലക്ട്രോൺ ക്യാൻ ബി കാൽക്കുലേറ്റഡ്. ദാറ്റ് ഇസ് m is equal to E/m that is equal to 1.6 into 10⁻⁻19 coulomb divided by 1.76 into 10⁻11 coulomb per kilogram. And the mass of electron is 9.1 into 10⁻31 kilogram എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തതാണ് കനാൽ റേസ്. കാഥോഡ് റേസിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ ആനോഡ് റേസ്, മറ്റൊരു പേരിൽ അറിയപ്പെടുന്ന ആനോഡ് റേസ് അല്ലെങ്കിൽ കനാൽ റേസ് എന്ന് അറിയപ്പെടുന്നത്. From electric discharge on a modified cathode ray tube, a new type of streaming of positively charged particles are observed by Goldstein. It is called anode rays or canal rays. അപ്പോൾ ഇലക്ട്രിക് ഡിസ്ചാർജ് ട്യൂബിൽ തന്നെയാണ് എക്സ്പെരിമെന്റ് നടത്തുന്നത്. പക്ഷെ മോഡിഫൈ ചെയ്ത ഇലക്ട്രിക് ഡിസ്ചാർജ് ട്യൂബിൽ എക്സ്പെരിമെന്റ് നടത്തുന്ന സമയത്ത് ഒരു പോസിറ്റീവ്ലി ചാർജ് സ്ട്രീമിങ് ഗോൾഡ്സ്റ്റീൻ എന്ന സയന്റിസ്റ്റ് കണ്ടെത്തി. അതാണ് കനാൽ റേസ് അല്ലെങ്കിൽ ആനോഡ് റേസ്. ഇതിലൂടെയാണ് പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണിന്റെ ഡിസ്കവറി ഗോൾഡ്സ്റ്റീൻ എന്നുള്ള സയന്റിസ്റ്റ് നടത്തുന്നത്. എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ്, കനാൽ റേസിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഒന്നാമത് ഡിപ്പെൻഡ്സ് ഓൺ നേച്ചർ ഓഫ് ഗ്യാസ് ഇൻ ദി ട്യൂബ്. ആ ട്യൂബിലെടുത്തിട്ട് ഡിസ്ചാർജ് ട്യൂബിലെടുത്തിട്ടുള്ള ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അതിന്റെ കനാൽ റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിനെ ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്ത് മാറിക്കൊണ്ടിരിക്കും. E/m റേഷ്യോ അല്ലെങ്കിൽ ചാർജ് ടു മാസ് റേഷ്യോ ഡിപ്പെൻഡ്സ് ഓൺ ഗ്യാസ് ഇൻ ദി ഡിസ്ചാർജ് ട്യൂബ്. ഈ ഡിസ്ചാർജ് ട്യൂബിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് മാറുന്നതിനനുസരിച്ച് അതിന്റെ E/m റേഷ്യോവും മാറിക്കൊണ്ടിരിക്കും. ഇറ്റ് ഡിഫ്ലക്റ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ബട്ട് ഓപ്പോസിറ്റ് ടു ദി കാഥോഡ് റേസ്. കാഥോഡ് റേസിന് നെഗറ്റീവ്ലി ചാർജഡ് ആണ്. ഇത് കനാൽ റേസ് അല്ലെങ്കിൽ ആനോഡ് റേസ് പോസിറ്റീവ് ചാർജ് ആണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണോ നെഗറ്റീവ് ചാർജ്ഡ് കാഥോഡ് റേസ് ഇലക്ട്രിക് ഫീൽഡിനും മാഗ്നറ്റിക് ഫീൽഡിനും ഡിഫ്ലക്ട് ചെയ്ത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡിലെ മാഗ്നറ്റിക് ഫീൽഡിലും ആനോഡ് റേസ് അല്ലെങ്കിൽ കനാൽ റേസ് ഡിഫ്ലക്ട് ചെയ്യാം. സം കനാൽ റേ മേ ക്യാരി മൾട്ടിപ്പിൾ ചാർജ് ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോണിനേക്കാളും മൾട്ടിപ്പിൾ 2 times 3 times ഉള്ള മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള ചാർജ് ചില കനാൽ റേസ് ക്യാരി ചെയ്യുന്നുണ്ട്.
ഇത്രയാണ് കനാൽ റേസിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് നമുക്ക് പഠിക്കാം. ആദ്യം അറിയുന്ന കാര്യമാണ് പ്രോട്ടോൺ. എന്താണ് പ്രോട്ടോൺ? ദി സ്മാളസ്റ്റ് ആൻഡ് ലൈറ്റസ്റ്റ് പോസിറ്റീവ് അയോൺ ഒബ്റ്റൈൻഡ് ഫ്രം ഹൈഡ്രജൻ വാസ് കോൾഡ് പ്രോട്ടോൺ. സ്മാളസ്റ്റ് ആണ്, ലൈറ്റസ്റ്റ് ആണ്, പോസിറ്റീവ് അയോൺ. നമുക്കറിയാം ഹൈഡ്രജന്റെ പ്രത്യേകത, ഹൈഡ്രജനിൽ ഒരു ഇലക്ട്രോണും ഒരു പ്രോട്ടോണും മാത്രമേ ഉള്ളൂ. ന്യൂട്രോൺ ഇല്ലാത്ത ആറ്റമാണ് ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തൊരു ഇലക്ട്രോണും ന്യൂക്ലിയസിലൊരു പ്രോട്ടോണും മാത്രമേ ഉള്ളൂ. അപ്പം അതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് പോസിറ്റീവ്ലി ചാർജ്ഡ് ഹൈഡ്രജൻ ആറ്റമായി. ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് ഹൈഡ്രജൻ ആറ്റം അല്ലെങ്കിൽ ഹൈഡ്രജൻ അയോൺ, പോസിറ്റീവ്ലി ചാർജ്ഡ് ഹൈഡ്രജൻ അയോൺ. ഈ ഹൈഡ്രജൻ അയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോട്ടോൺ ആണ്, പ്രോട്ടോണിന് ഈക്വൽ ആണ്. മൂന്നാമത്തെ സബ് അറ്റോമിക് പാർട്ടിക്കിൾ ആണ് ഇലക്ട്രോൺ. നമ്മൾ പറഞ്ഞു, പ്രോട്ടോൺ നമ്മൾ പറഞ്ഞു. മൂന്നാമത്താണ് ന്യൂട്രോൺ. ദാറ്റ് ഈസ് ദി ന്യൂട്രൽ സബ് അറ്റോമിക് പാർട്ടിക്കിൾ ആണ് ന്യൂട്രോൺ. ന്യൂട്രോൺ വാസ് ഡിസ്കവേർഡ് ബൈ ജെയിംസ് ചാഡ്വിക് ഇൻ 1932. അദ്ദേഹം നടത്തിയ എക്സ്പെരിമെന്റ് in bombarding thin sheet of beryllium by alpha particles. ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ആൽഫ പാർട്ടിക്കിൾ ഉപയോഗിച്ച് വളരെ കനം കുറഞ്ഞ ബെറിലിയം ഷീറ്റിൽ ഈ ആൽഫ പാർട്ടിക്കിളിനെ, ഫാസ്റ്റ് മൂവിങ് ആൽഫ പാർട്ടിക്കിളിനെ ബൊംബാർഡ് ചെയ്ത സമയത്ത് ഇതിൽ ഇലക്ട്രിക്കലി ന്യൂട്രൽ പാർട്ടിക്കിൾസ് ഹാവിംഗ് മാസ് സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ ദി മാസ് ഓഫ് പ്രോട്ടോൺ വാസ് എമിറ്റഡ്. ദറ്റ് ഈസ് നെയ്മഡ് ആസ് ന്യൂട്രോൺ ബിക്കോസ് ഇറ്റ് ഹാസ് നോ ചാർജ്. ന്യൂട്രൽ ആയതുകൊണ്ടാണ് അദ്ദേഹം അതിനെ ന്യൂട്രോൺ എന്ന് പേരിട്ടത്. അങ്ങനെ ബെറിലിയം തിന്നായിട്ടുള്ള ബെറിലിയം ഷീറ്റിൽ ഫാസ്റ്റ് മൂവിങ് ആൽഫ പാർട്ടിക്കിൾസ് ബൊംബാർഡ് ചെയ്ത സമയത്ത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിട്ടുള്ളതും അതേപോലെ പ്രോട്ടോണിനേക്കാളും മാസ് കുറച്ച് കൂടിയതുമായിട്ടുള്ള ചില റേഡിയേഷൻസ് ഇഞ്ചെക്ട് ചെയ്യുന്നതായിട്ട് കണ്ടു. അതിനെയാണ് അദ്ദേഹം ന്യൂട്രോൺ എന്ന് വിളിച്ചത്. ന്യൂട്രോൺ ഈസ് ഡിസ്കവേർഡ് ബൈ ജെയിംസ് ചാഡ്വിക് ഇൻ 1932. പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും ഇലക്ട്രോണിന്റെയും പാർട്ടിക്കിൾസിന്റെ അല്ലെങ്കിൽ സബ് അറ്റോമിക് പാർട്ടിക്കിൾസിന്റെ റിലേറ്റീവ് മാസും റിലേറ്റീവ് ചാർജുമാണ്. പ്രോട്ടോണിന്റെ നമ്മൾ ഒന്നായിട്ട് എടുക്കുകയാണെങ്കിൽ ന്യൂട്രോണിന്റെ മാസ്, പ്രോട്ടോണിന്റെ മാസ് ഒന്നായിട്ട് എടുക്കുകയാണെങ്കിൽ ന്യൂട്രോണിന്റെ മാസ് ഒന്നായിരിക്കും. അങ്ങനെയാവുമ്പോൾ ഇലക്ട്രോണിന്റെ മാസ് 1/2000 ആയിരിക്കും. 2000 ഭാഗം മാത്രമേ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും മാസ് ഏകദേശം ഈക്വൽ ആണ്. എന്നാൽ അതിന്റെ 2000 ഭാഗം മാത്രമേ ഇലക്ട്രോണിന്റെ മാസും. ചാർജ് ആണെങ്കിൽ നമുക്കറിയാം പ്രോട്ടോണിന്റെ പോസിറ്റീവ് ചാർജ് ആണ്, ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആണ്, ന്യൂട്രോൺ ഹാസ് നോ ചാർജ്.